അപ്പോൾ നമുക്കൊരു പരിപ്പും മാങ്ങയും കറി വയ്ക്കാനാണ്. അത് പരിപ്പ് കഴുകി ഞാൻ കുക്കറിലിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് പരിപ്പാണ് ഇട്ടത്. പിന്നെ ഒരു മാങ്ങ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. അധികം പുളിയുള്ള മാങ്ങയല്ല. അധികം പുളിയുള്ള മാങ്ങ പരിപ്പ് കറിക്ക് ഇടരുത്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് അത്ര പുളിയില്ല, അങ്ങനെ ഒരു മാങ്ങയാണ്. അപ്പോൾ അതൊരു മാങ്ങ ഇട്ടിട്ടുണ്ട്. ഒരു സബോള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള സബോള തന്നെയാണ്. ഒരു സബോള, ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചേർത്ത് പരിപ്പ് കറി വയ്ക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ്. അതുകൊണ്ടാണ് പണ്ട് നമ്മൾ കുത്തിപ്പൊളിച്ച് കാച്ചുക ചെയ്യുക, അതൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് വെള്ളമൊഴിച്ച് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം ഇങ്ങനെ എല്ലാം ചേർന്ന് വരുമ്പോൾ ഈ പരിപ്പ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. അധികം പുളിയുള്ള മാങ്ങ ഉപയോഗിക്കാനും പാടില്ല കേട്ടോ. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അടിച്ച് വെച്ച് വേവിക്കാം. ഇത് നമുക്ക് ഒരു പകുതി നാളികേരമാണ്. അതിൽ ഞാനൊരു 2 മണി ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതടിച്ച് വരികയാണ്. ചട്ടി വെച്ച് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ വെന്ത് വന്ന പരിപ്പ് ഇതാണ്. അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വരുമ്പോൾ 2 മണി ഉലുവ, അത് 2 മണി ഒരു 1/4 ടീസ്പൂണിന് താഴെ ഇടുന്നുണ്ട്. ഒരു മണം കിട്ടാൻ വേണ്ടി മാത്രമാണ്. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കയ്പ്പ് രസം വരും കേട്ടോ. അപ്പോൾ അത് കാരണം അത് 1/4 ടീസ്പൂണിന് താഴെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 10 ചെറുള്ളി എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തർ ഇഷ്ടമാണ്. ചെറുള്ളി അധികം ചെല്ലുമ്പോൾ ഇതിനൊരു ടേസ്റ്റ് കൂടുതലുണ്ട്. അത് നന്നായി മൊരിഞ്ഞ് വരട്ടെ. മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. വേറെ മല്ലി ഒന്നും ചേർക്കണ്ട. മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ഇട്ടാണ്. ഇപ്പോൾ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴേ കറിക്ക് ടേസ്റ്റ് കിട്ടുക. വേറെ ഓയിൽ തീരെ വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഓയിൽ ഉപയോഗിക്കുള്ളൂ. വെളിച്ചെണ്ണയിൽ വയ്ക്കണം നാടൻ കറികളൊക്കെ. എന്നിട്ട് ഇതിലേക്ക് പരിപ്പ് ഒഴിച്ച് കൊടുക്കുക. നമ്മളൊക്കെ വേവിച്ച് വെച്ചത് മാങ്ങയും പരിപ്പും പിന്നെ അരച്ച് വെച്ച നമ്മൾ നാളികേരം ഇതിലേക്ക് ചേർക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിപ്പ് കറിയാണ്. നമ്മൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റാണ്. ഇപ്പോൾ ഇതിന് ഒരു പപ്പടം വറുത്തതോ അല്ലെങ്കിൽ ഒരു കഷ്ണം മീനോ ഒരു എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കിണ്ണം ചോറ് ആരോടും ചോദിക്കാണ്ട് കഴിക്കാം. അതുപോലത്തെ കറിയാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് ഈ കറി. പരിപ്പ് മാങ്ങയല്ലേ എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ ഭയങ്കര ടേസ്റ്റായ കറിയാണ്. അങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.